വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. സംസ്കാരം അല്പസമയത്തിനകം നടത്തും. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സംഭവത്തിൽ രാഷ്ട്രീയ വിവാദവും തുടരുകയാണ്. കെ പ്രശാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഏറ്റവും വേദനാജനകമായ ഒരു സംഭവം, 15 വയസ്സുകാരൻ്റെ ഒരു മരണത്തിലേക്ക് നയിച്ച ചില തിരിമറികൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ അനന്തുവിന് യാത്രാമൊഴി ചെയ്യുകയാണ് പ്രിയപ്പെട്ടവർ എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നാട്ടുകാർക്കുമുണ്ടായ നഷ്ടം ഒരു തരത്തിലും നികത്താൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. പ്രത്യേകിച്ച് ഇതിനു മുമ്പ് പല സംഭവങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു തരത്തിലും ഇത്തരം സാഹചര്യം, അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു നിരവധി തവണ പരാതിയൊക്കെ നാട്ടുകാർ കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ആ പരാതികൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തതിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് പിഴവുകൾ പറ്റി എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അതായത് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥലം എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള വിനീഷ് അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ പലതരത്തിലും ഇങ്ങനെ ഈ കെണികൾ വെക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പല ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട സമിതിയെ കുറിച്ച്, പക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ലെന്നാണ് പഞ്ചായത്ത് അംഗമടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മറ്റൊന്ന്, അതായത് സുഹൃത്തുക്കൾക്കൊപ്പം ഫുട്ബോൾ കളിച്ച് മടങ്ങി വരുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായിരുന്നതാണ് വ്യക്തമായിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഈ പ്രദേശത്ത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നാട്ടുകാരും അത്തരം മറ്റൊരാളുകളും തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ വെള്ളക്കെട്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ വലിയ രീതിയിൽ ജീവിതം പരിപാലിച്ച് മുന്നോട്ട് പോകാൻ പോകുന്ന ഒരു കുടുംബവും ഒക്കെയാണ്. മാത്രമല്ല, ഇവരെ 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ്. സ്വാഭാവികമായും ആ കുട്ടി അതിന്റെ ഒരു ജീവിതം തുടങ്ങുന്ന, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു തലത്തിലേക്ക് ജീവിതം മാറ്റിയെടുക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇത്രയധികം ദാരുണമായിട്ടുള്ള ഈ വീടിന്റെ കൂടി അത്താണിയായ ചെറുപ്പക്കാരനെയാണ് ഈ പ്രദേശത്തിനകത്ത് തന്നെ നഷ്ടമായിട്ടുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ ആളുകളോടും വളരെ കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ സൗമ്യമായി പെരുമാറുകയും മറ്റ് പ്രാദേശികമായി തന്നെ എല്ലാവരോടും ബന്ധം പുലർത്തുകയൊക്കെ ചെയ്തൊരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ നമ്മൾ നാട്ടുകാരെ സംബന്ധിച്ചും വലിയ വിയോഗമായി തന്നെയാണ് അനന്തന്റെ വിയോഗം മാറുന്നത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയാണ്. ഇതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചപ്പോൾ ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ഇതിലൊരു മാനസിക, 49 സമയം മുമ്പ് VM സുധീരൻ പറഞ്ഞതാണ്, ഇതൊരു മാനസിക പ്രശ്നമാണ് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വളരെ അവധാനത്തോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ഈ പ്രതിയുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ ഒരാൾ മാത്രമാണോ ഉണ്ടായിരുന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഫോൺ ടേബുകൾ പരിശോധിക്കുമെന്ന് നേരത്തെ നിലമ്പൂർ DYSP നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം 3 പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തിയിരുന്നത്. മാത്രമല്ല, പന്നിയെ ഇങ്ങനെ വൈദ്യുത കെണി വെച്ച് പിടിച്ച് അതിന്റെ മാംസം വിൽക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്ന സംഘമാണ് ഇവരെന്നാളാണ് പ്രാദേശികമായി ലഭ്യമാകുന്ന വിവരം. അതിന്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും വലിയ കുറ്റം സംഭവിച്ചിട്ടുണ്ട്. മറ്റ് ഈ അനന്തുവിനൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ നിലവിൽ സുരക്ഷിതരാണ്. അതുതന്നെയാണ് ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അതീവ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. വിവിധ മേഖലകളിൽ നിന്ന്, നാനാ ഭാഗങ്ങളിൽ നിന്നാണ് നിരവധി ആളുകൾ ഇപ്പോൾ അനന്തുവിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അനന്തുവിന്റെ സുഹൃത്തുക്കളടക്കം നേരത്തെ അനന്തുവിന് യാത്രാമൊഴി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ നിരവധിയായി ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി പ്രശാന്ത്, ഏതായാലും അനന്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കൃത്യമായി നടക്കട്ടെ. അത് കുറ്റവാളികൾക്കെതിരെ നടപടികളും ഉണ്ടാകട്ടെ. അനന്തുവിൻ്റെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി DYSP സാജു K എബ്രഹാം പറഞ്ഞു. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പന്നിക്ക് വെച്ച കെണിയാണ് എന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP C അലവി കേസ് അന്വേഷിക്കുമെന്നും അനന്തുവിൻ്റെ വീട് സന്ദർശിച്ച ശേഷം DYSP പറഞ്ഞു. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് ഘട്ടത്തിലാണ്? നമ്മളിപ്പോൾ കുറ്റകരമല്ലാത്ത നരഹത്യ, അതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം നമ്മളതിൻ്റെ ആപ്റ്റായിട്ടുള്ള സെക്ഷൻ കൂടെ ആഡ് ചെയ്യും. പ്രതിനെ രാവിലെ തന്നെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കി കോടതിയിൽ ഹാജരാക്കും. മറ്റു നടപടികൾ ചെയ്യും. കൃഷിക്കാരനല്ല, പന്നിക്ക് വെച്ച കെണിയെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഇപ്പോൾ ആദ്യ അന്വേഷണത്തിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വെളിവായിട്ടുള്ളത്. മലപ്പുറം വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച അനന്തുവിനൊപ്പമുണ്ടായിരുന്ന കൂട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. സാധാരണ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലം തന്നെയാണ്. അപ്പോഴാണ് ഈ പന്നിക്ക് ഗണിച്ചതിൽ ഫസ്റ്റ് ജിത്തുന്ന് അതിലടിക്ക് പോകുന്നത്. ഓം വീണ ഒപ്പം തന്നെ ഏതും ഒപ്പം പോകുന്നത്. ഒരു 2 ഷോക്ക് അടിച്ച് പോകുന്നത് ഫസ്റ്റ്.
പിന്നെ അതിൽ ജിത്തുവിനെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് ഫസ്റ്റ് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് ജിത്തുവിനെ രക്ഷപ്പെടുത്താൻ പോകുമ്പോഴാണ് ഷാനുവിന് ഷോക്ക് അടിച്ചിട്ട് പോകാൻ പോകുന്നത്. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് 10ാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന വനമന്ത്രിയുടെ പ്രസ്താവന വിവാദമായിട്ടുണ്ട്. വനമന്ത്രി മാപ്പ് പറയണമെന്ന് UDF ആവശ്യപ്പെട്ടു. കുട്ടിയുടെ മരണം മനുഷ്യ വന്യമൃഗ സംഘർഷം മൂലമല്ലെന്ന് PV അൻവർ ആരോപിച്ചു. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. KSEB ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി ഉപയോഗിച്ച് പന്നിക്കണി ഒരുക്കിയതിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് UDF പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെ വിവാദ പ്രസ്താവനയുമായി വനമന്ത്രി AK ശശീന്ദ്രൻ രംഗത്തുവന്നു. പന്നിക്കണി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒരുക്കിയതാണെന്ന് സംശയമുണ്ടെന്ന ശശീന്ദ്രന്റെ പ്രസ്താവനയാണ് വിവാദമായത്. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം പരിസരവാസികളായ ആളുകൾ പോയത് രാവിലെ അവിടെ അത്തരം ഒരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ്. വൈകുന്നേരമാകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത്. മറ്റൊരു ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുന്നത് വീട്ടുകാരൻ അറിയില്ല, ഉടമസ്ഥൻ അറിയില്ല. അപ്പം ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തികച്ചും ദൗർഭാഗ്യകരമായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതിത്ര പെട്ടെന്ന് വാർത്തയാക്കുകയും രാഷ്ട്രീയായുധമാക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢോദ്ദേശം ഉണ്ടോ എന്ന കാര്യവും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടും, സ്വാഭാവികമായിട്ട് പരിശോധിക്കപ്പെടും. ഇമാതിരിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ ആക്രമിക്കാൻ പുറപ്പെടുന്ന ശരിയായ നിലപാടല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന സംഘമുണ്ട്. എന്തായാലും നിരുത്തരവാദിത്വപരമായ പ്രസ്താവന നടത്തിയ മന്ത്രി AK ശശീന്ദ്രൻ മാപ്പ് പറയണമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ആവശ്യപ്പെട്ടു. ഒരു മന്ത്രി ഇത്രമാത്രം നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുന്നത് മുഴുവൻ നിലമ്പൂരുകാരെ വേദനിപ്പിക്കുകയാണ്. എനിക്ക് ആ കാര്യമാണ് പറയേണ്ടത്. ഗൂഢാലോചനയുണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ വനം മന്ത്രി മാപ്പ് പറയണമെന്നും PV അൻവർ. മന്ത്രി പറഞ്ഞ ആ കാര്യം ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ പോലീസും സൗകര്യങ്ങളും എല്ലാം ഉള്ളത് ഈ ഗവൺമെൻറ് കയ്യിലാണല്ലോ. അടിയന്തരമായി ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ല, അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ലെങ്കിൽ മന്ത്രി അതിന് മാപ്പ് പറയണം. മന്ത്രിയും അത് വോട്ടാക്കാൻ രാഷ്ട്രീയം കളിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ട് അതിനൊന്നും നടപടി എടുത്തിട്ടില്ല. അതാണ് വിദ്യാർത്ഥിയുടെ അതിദാരുണമായ മരണം രാഷ്ട്രീയ ആയുധമാക്കി ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ കക്ഷികൾ പ്രചരണ രംഗത്ത് സജീവമാകുമ്പോഴും വന്യമൃഗശല്യവും മൃഗവേട്ടയുമൊന്നും തടയാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമൃത ന്യൂസ്, നിലമ്പൂർ. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വനമന്ത്രി ഗൂഢാലോചന കുറ്റം ആരോപിച്ചത് ഹീനമായ പ്രവൃത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത്രയും വൃത്തികെട്ട ആരോപണം മന്ത്രി പിൻവലിക്കണം, മന്ത്രി രാജിവെക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. അതേസമയം രാജ്ഭവനെ RSS പ്രചാരണ കേന്ദ്രമാക്കുന്നതിനെ തടയാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുഞ്ഞു മരിക്കാനിടയായ സംഭവം ഭയങ്കര ദൗർഭാഗ്യകരമാണ്. അതിയായ ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ, വന്യജീവി ആക്രമണ കാര്യങ്ങളിൽ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു വനം മന്ത്രി ഒരു കാര്യവും ഇതുവരെ ചെയ്യാതെ വനാതിർത്തികളിലെ ജനങ്ങളെ വന്യജീവികളുടെ വിട്ടുകൊടുത്തുകൊണ്ട്, വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണല്ലോ. ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുക. എത്ര ഹീനമായ തരത്തിലാണ് സംസാരിച്ചത്. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇറങ്ങി പുറത്തു പോകണം. എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത്? തെരഞ്ഞെടുപ്പിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന വൃത്തികെട്ട, ഞാൻ ആ വാക്ക് ഒന്നും കൂടി വൃത്തികെട്ട ആരോപണമാണ് ഈ വനം മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. എന്നിട്ട് അയാൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടക്കുന്നത്. കൂടുതൽ സംസ്ഥാന ദേശീയ നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. സ്വരാജിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് മന്ത്രിമാരുടെ നീണ്ട നിര. 13-ന് മുഖ്യമന്ത്രി എത്തുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് NDA പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്.
നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വാശിയേറിയ പ്രചാരണമാണ് നിലമ്പൂരിൽ മുന്നണികൾ കാഴ്ചവെക്കുന്നത്. വീടുകളും കടകളും കയറിയുള്ള പ്രചാരണ ചൂട് മുൻപെങ്ങുമില്ലാത്ത വിധം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നു. കരുളായി പഞ്ചായത്തിലാണ് LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചാരണം. പ്രധാന കേന്ദ്രങ്ങളെല്ലാം സ്ഥാനാർത്ഥിക്കായി സ്വീകരണം ഒരുക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിമാരുടെ നീണ്ട നിരയാണ് എം സ്വരാജിന് വേണ്ടി വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലുണ്ടാവുക. പ്രധാന വ്യക്തികളെ കൊണ്ടാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ കോവിലകത്ത് മുറിയിൽ നിന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണം ആരംഭിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ ഷൗക്കത്തിനു വേണ്ടി പ്രചരണത്തിനെത്തും. എടക്കരയിലും പരിസര പ്രദേശങ്ങളിലുമാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചരണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് മലയോര മേഖലകളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ട് ചോദിക്കുന്നത്. വീടുകളിലും കടകളിലും കേന്ദ്രീകരിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചരണം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമെന്ന നിലയിൽ സംഘടനാ സംവിധാനം പൂർണ്ണമായി നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മുന്നണികൾ. അമൃത ന്യൂസ്, മലപ്പുറം. കുടുംബം വലിയ മാനസിക പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് G. കൃഷ്ണകുമാർ. കേസ് വേണ്ടെന്നാണ് ആദ്യം കരുതിയത്. നിവർത്തികേട് കൊണ്ടാണ് വീഡിയോ പുറത്തുവിട്ടതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കൃഷ്ണകുമാറിനെതിരെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ FIR വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെ സ്ഥാപനമായ OBOCL ജീവനക്കാരായിരുന്ന 3 വനിതാ ജീവനക്കാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് സമ്മതിക്കുന്ന വീഡിയോ ഇന്നലെ രാത്രിയോടെയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. 69 ലക്ഷത്തിലധികം രൂപയുടെ കൃത്രിമം 3 വനിതകൾ ചേർന്ന് നടത്തിയിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ പറയുന്നു. പണം നഷ്ടപ്പെട്ട ആൾക്കേ അതിന്റെ വേദന മനസ്സിലാകൂ എന്നും അതുകൊണ്ടാണ് ഈ രീതിയിൽ വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്തതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അവർ ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ, ഈ 3 കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് അന്വേഷിച്ചാൽ അങ്ങോട്ട് പൈസ പോയിട്ടുണ്ടോ, അവർ എടുത്തിട്ടുണ്ടോ, ഇത് തെളിയിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അത് പോലീസ് അന്വേഷിക്കും, കണ്ടെത്തുന്നുള്ളതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ആരോപണത്തിന്റെ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് നിങ്ങൾ പറയൂ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയൂ, എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾക്കുണ്ടോ പറയൂ. നിങ്ങളത് പറയണം. നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് ഇതിനകത്ത്. പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കണമെന്നും G. കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. കൃഷ്ണകുമാറിന്റെയും ജീവനക്കാരികളുടെയും പരാതി SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. അതിനിടെ കൃഷ്ണകുമാറിനെതിരെ പോലീസ് എടുത്ത കേസിലെ FIRലെ വിവരങ്ങൾ പുറത്തുവന്നു. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ലൈംഗിക ചുവയോട് സംസാരിച്ച് പരാതിക്കാരുടെ വസ്ത്രങ്ങൾ പിടിച്ചുവലിച്ചുവെന്നും FIRലുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കേസ് തെളിയിക്കുമെന്ന് മ്യൂസിയം പോലീസ് പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. ഇംഫാൽ, വെസ്റ്റ് ഇംഫാൽ, ധൌബൽ, ബിഷ്ണുപൂർ, കൌച്ചിങ് ജില്ലകളിലാണ് ഇന്റർനെറ്റ് റദ്ദാക്കിയത്. മെയ്തൈ സംഘടനയായ ആരംഭായ് തൈഗോലിന്റെ നേതാവ് കനാൻ സിംഗിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ഇയാളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധം അക്രമത്തിലേക്ക് നീങ്ങും എന്ന് കണ്ടാണ് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത്. ഇംഫാലിൽ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുകയും റോഡിൽ ടയറുകൾ കത്തിക്കുകയും ചെയ്തു. മോഹൻലാലിന്റെ അമ്മാവൻ ഗോപിനാഥൻ നായർ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. മോഹൻലാലിന്റെ അമ്മയുടെ മൂത്ത സഹോദരനാണ്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് അമൃതപുരിയിൽ നടക്കും. നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരിയുടെ മൂത്ത സഹോദരനാണ് ഗോപിനാഥൻ നായർ. ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ മുൻ ജനറൽ മാനേജറായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ അമൃതപുരിയിലായിരുന്നു അന്ത്യം. മോഹൻലാൽ എന്ന പേരും പ്യാരിലാൽ എന്ന ജ്യേഷ്ഠന്റെ പേരും ഇട്ടത് അമ്മാവൻ ഗോപിനാഥൻ നായരാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഭക്തനും ആശ്രമത്തിലെ സജീവ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 14 വർഷമായി ഗോപിനാഥൻ നായരും സഹധർമ്മിണി രാധാഭായിയും അമൃതപുരി ആശ്രമത്തിലെ അന്തേവാസികളാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് ഏറെ സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിച്ച വ്യക്തി കൂടിയായിരുന്നു ഗോപിനാഥൻ നായർ. ലളിതമായ ഇടപെടലുകളിലൂടെ എല്ലാ മേഖലയിലും സൗഹൃദങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അച്ഛൻ്റെ സുഹൃത്തെന്ന നിലയിലുള്ള പരിചയമായിരുന്നു ഗോപിനാഥൻ നായരുമായുള്ള അടുപ്പത്തിന്റെ തുടക്കമെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാർ പറഞ്ഞു. പിന്നീട് ഒരു ഗുരുനാഥൻ എന്ന നിലയിലേക്കും സുഹൃത്ത് എന്ന നിലയിലേക്കും ആ ബന്ധം വളർന്നതായി അദ്ദേഹം ഓർമ്മിച്ചു. ബന്ധത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തെന്നുള്ള രീതിയിലാണ്. രണ്ടുപേരും സഹകരണ വകുപ്പിലായിരുന്നു ജോലി. അപ്പോൾ പല കാര്യങ്ങൾക്കും ഗോപിച്ചേട്ടൻ വീട്ടിൽ വരും. ഗോപിച്ചേട്ടൻ്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു
വലിയൊരു ആത്മബന്ധം അദ്ദേഹമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ഞങ്ങൾക്കുണ്ട്. ആത്മീയ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളായിരുന്നു സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയങ്ങളിലേക്ക് അടുപ്പിച്ചത്. ഓസ്ട്രേലിയയിലെ മെൽബണിൽ കോളേജ് ലെക്ചററാണ് ഏകമകൾ ഗായത്രി. സംസ്കാര ചടങ്ങുകൾ അമ്മയുടെ സാന്നിധ്യത്തിൽ അമൃതപുരി ആശ്രമത്തിൽ നടക്കും. അമൃത ന്യൂസ്, കൊല്ലം. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് മലപ്പുറത്തെ മലയോര മേഖല. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം 5 പേർക്കാണ് പരിക്കേറ്റത്. അതേസമയം മാസ് കോമ്പിംഗ് നടത്തിയിട്ടും കാളികാവിലെ നരഭോജി കടുവയെ കണ്ടെത്താനായില്ല. നിലമ്പൂരിനടുത്ത് മമ്പാടാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റത്. മമ്പാട് സ്വദേശികളായ ജാനകി, അസൈനാർ, സുഹറാബി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാനകിയുടെ വീട്ടുമുറ്റത്ത് വെച്ചാണ് പന്നി ആക്രമിച്ചത്. നിലമ്പൂരിനടുത്ത് പാലപ്പറമ്പിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് മറിഞ്ഞതിനെ തുടർന്ന് 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശവും വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ ആഴ്ചകൾ പിന്നിട്ടിട്ടും പിടികൂടാനായില്ല. 60 ദൗത്യസംഘം ആഴ്ചകളായി തിരഞ്ഞിട്ടും കടുവയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ 2 ദിവസങ്ങളിലായി പ്രദേശത്ത് വിപുലമായ പരിശോധന നടത്തി. സംസ്ഥാന വനപരിശീലന കേന്ദ്രത്തിലെ ട്രെയിനികൾ, ഈസ്റ്റേൺ സർക്കിളിൽ വിവിധ ഡിവിഷനുകളിലെ 160ഓളം ജീവനക്കാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് മേഖലയിൽ വ്യാപക പരിശോധന നടത്തിയത്. എന്നാൽ കിലോമീറ്ററുകളോളം തിരച്ചിൽ നടത്തിയിട്ടും കടുവയുടെ സാന്നിധ്യമോ കാൽപ്പാടുകളോ കണ്ടെത്താൻ സാധിച്ചില്ല. 60 ദൗത്യസംഘം നാളെയും തിരച്ചിൽ തുടരും. കടുവ ഭീഷണി കാരണം ആഴ്ചകളായി ജോലിക്ക് പോകാൻ കഴിയാത്ത പ്രദേശത്തെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. ഇടുക്കി അണക്കര കടുവാ സിറ്റിക്ക് സമീപം കുഴിയിൽ വീണ കടുവയെ മയക്കുവെടിവെച്ചു. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് വയലിൽ സണ്ണിയുടെ പുരയിടത്തിലെ കുഴിയിൽ കടുവ വീണത്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് സംഭവം. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി കടുവയെ മയക്കുവെടിവെക്കുകയായിരുന്നു. കടുവയ്ക്കൊപ്പം കുഴിയിൽ ഒരു നായയും ഉണ്ടായിരുന്നു. പ്രദേശത്ത് ആദ്യമായാണ് കടുവയുടെ സാന്നിധ്യമുണ്ടായതെന്ന് നാട്ടുകാർ പറയും. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായ വ്യവസായിയാണ് സാബു എം ജേക്കബ് എന്ന് മന്ത്രി പി രാജീവ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ താൽപര്യമുണ്ട്. കിറ്റെക്സ് വളരുന്നത് കേരളത്തിൽ നിന്നല്ലേ എന്നും മന്ത്രി ചോദിച്ചു. സമാധാനം കിട്ടണമെങ്കിൽ അവനവൻ കൂടി വിചാരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവും. പിന്നെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള സ്ഥാപനങ്ങളാണ്. അതാണ് വ്യവസായ നയത്തിന്റെ പ്രധാനപ്പെട്ടത്. 22 പ്രയോറിറ്റി ഏരിയകളുണ്ടായി. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിൽ ഓടിക്കുന്നു എന്ന് നിങ്ങൾ ടൈറ്റിൽ ഇടുമ്പോൾ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും ഇപ്പോൾ ആ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയോ? CCTV ദൃശ്യങ്ങളിൽ പതിയാതെ മോഷണം നടത്തുന്ന 2 സംഘം പോലീസ് പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ പ്രതികൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി മോഷണ കേസുകളുള്ള പ്രതികളെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. തമിഴ്നാട് സ്വദേശികളായ ജൂലി, ചക്കമ്മാൾ എന്നിവരാണ് അറസ്റ്റിലായത്. പത്തനംതിട്ട മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ മോഷണക്കേസിലാണ് അറസ്റ്റ്. വെട്ടിപ്പുറം സ്വദേശിനി സുധാ ശശിയുടെ 5 പവന്റെ മാലയാണ് ഇവർ കവർന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മോഷ്ടിച്ച മാല പ്രതികളിൽ ഒരാളുടെ ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മൊഴി നൽകി. മുൻപുണ്ടായ കേസുകൾ ഇവർക്ക് പ്രൊഫഷണലാണ്. ഈ കാര്യത്തിൽ മുൻ ധാരാളം കേസുള്ളവരാണ്. കൃത്യമായിട്ട് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. നമ്മൾ പോലീസ് ഉപയോഗിക്കുന്നൊരു ഭാഷ കെട്ടുക എന്ന് പറയും. 2-3 ആളുകൾ ചേർന്നിട്ട് പലപ്പോഴും ഇവർ തിരഞ്ഞെടുക്കുന്നത് ഹൈറ്റ് കുറഞ്ഞ ആളുകളെയാണ്. ഇതിൽ 1-ാം പ്രതി നല്ല ഹൈറ്റുള്ള ഒരു ലേഡിയാണ്. അവർ സാരി ഉപയോഗിച്ചിട്ട് കൈ ഇങ്ങനെ പൊക്കി വെക്കും. ഇങ്ങനെ പൊക്കി വെച്ച് അതുകൊണ്ടൊക്കെ തന്നെ സാരി കവർ ചെയ്യും. ഈ ലേഡീസിനെ നമ്മൾ ഏത് വിക്ടിമിനെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്തത് അവരെ ബാക്കിൽ നിന്ന് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് ഈ സാരിക്കിടയ്ക്കൂടെ ഇവരുടെ രതിയുടെ പുറകെ ഇന്ന ഈ 2 പേരിൽ ഒരാൾ അവർ കൈയിട്ട് സ്നാച്ച് ചെയ്യാണ്. അതുകൊണ്ടാണ് ഈ ആൾക്കൂട്ടത്തിൽ സ്നാച്ച് ചെയ്തിട്ട് കട്ടർ വല്ല ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെടുക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ഈ കെട്ടുക എന്നുള്ളൊരു പ്രയോഗം നടത്തുന്നതുകൊണ്ടാണ് പിന്നിൽ നിൽക്കുന്ന ബാക്കി ആരും ഇത് കാണത്തില്ല. അപ്പോൾ വളരെ പ്രൊഫഷണലായ ആണ് ഇവർ ഉപയോഗിക്കുന്നത്. നമ്മളിത് അമ്പലങ്ങളിലൊക്കെ ദർശനങ്ങളിലോ പള്ളിയിലൊക്കെ പോകുന്ന ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും വന്ന 3 പേർ അടങ്ങുന്ന സംഘമാണ് ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് തന്ത്രപരമായി മാല മോഷ്ടിച്ചത്. CCTV ദൃശ്യങ്ങളിൽ പതിയാതെ മോഷണം നടത്താൻ ഇവർ പരിശീലനം നേടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇവരെ പത്തനംതിട്ട പോലീസ് പിടികൂടിയത്. മറ്റൊരു പ്രതിയായ രതി വഞ്ചിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിലാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. വനവുമായി അതിർത്തി പങ്കിടുന്ന പട്ടയഭൂമിയുടെ കൈമാറ്റത്തിന് വനംവകുപ്പിന്റെ NOC വേണമെന്ന നിർദ്ദേശം. ഇതോടെ ഇടുക്കിയുടെ മലയോര മേഖലയിലുള്ള കർഷകർ ആശങ്കയിലാണ്.
2013 സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടയഭൂമിയുടെ കൈമാറ്റത്തിന് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ സ്വദേശി സുനിൽ ഭൂമി വാങ്ങിയ ശേഷം രജിസ്റ്റർ ചെയ്യാനെത്തിയപ്പോഴാണ് വിവാദ ഉത്തരവ് കാണിച്ച് സബ് രജിസ്ട്രാർ തടസ്സമുന്നയിച്ചത്. പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി. രജിസ്റ്റർ ചെയ്യുന്ന ഭൂമി വനംവകുപ്പിന്റേതല്ലെന്ന് തെളിയിക്കാനാണ് നിരാക്ഷേപ പത്രം ആവശ്യപ്പെടുന്നത്. ഇതോടെ മലയോര മേഖലയിലെ വസ്തു ഉടമകൾ ആശങ്കയിലായി. ജണ്ടയ്ക്ക് പുറത്ത് വനം റവന്യൂ വകുപ്പുകളുടെ ജോയിന്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പട്ടയം നൽകിയ ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് വനം വകുപ്പിന്റെ NOC ആവശ്യപ്പെടാറുണ്ടായിരുന്നില്ല. എന്നാൽ വനം വകുപ്പ് ഇപ്പോൾ പഴയ ഉത്തരവ് പൊടിതട്ടിയെടുത്ത് രജിസ്ട്രാർക്ക് കൈമാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി വില്ലേജിൽ കരമടയ്ക്കുന്ന ഭൂമി പോലും കൈമാറ്റം ചെയ്യണമെങ്കിൽ വനം വകുപ്പിന്റെ NOC വേണമെന്ന നിയമം കുടിയേറ്റ കർഷകരെ പ്രതിസന്ധിയിലാക്കും. ഇതിന് തൊട്ട് മുൻപ് നമ്മൾ മറ്റ് പലരും ഇവിടെ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ അതിന് അങ്ങനെ തടസ്സങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആദ്യമായിട്ടാണ് പോസ്റ്ററിൻ്റെ NOC വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിച്ച് സർക്കാർ നമുക്ക് കോഴിമല എന്ന് പറയുന്ന സ്ഥലം തന്നതാണ്. ആ സ്ഥലത്തിനാണ് ഇങ്ങനെ വിഷയം വന്നിരിക്കുന്നത്. വസ്തു ഉടമകൾക്ക് വനംവകുപ്പിന്റെ NOC ലഭിക്കണമെങ്കിൽ DFOയ്ക്കാണ് അപേക്ഷ നൽകേണ്ടത്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കാൻ സംവിധാനമില്ലാത്തതിനാൽ അപേക്ഷകൻ നേരിട്ട് DFO ഓഫീസിൽ എത്തണം. കട്ടപ്പന ഇടുക്കി മേഖലയിലുള്ളവർ NOCക്ക് അപേക്ഷിക്കേണ്ടത് കോട്ടയം ഓഫീസിലാണ്. ഇതിൽ തുടർ നടപടികൾ പൂർത്തിയാക്കാൻ 6 മാസമെങ്കിലും സമയമെടുക്കും. വനംവകുപ്പിന് തർക്കമുണ്ടെങ്കിൽ NOC ലഭിക്കാനും സാധ്യതയില്ല. അമൃത ന്യൂസ്, ഇടുക്കി. കേരളത്തിലെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ രംഗത്ത് നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയതാണ് തൃശൂർ അന്തിക്കാട്ടെ കരിങ്കൊടി ചകിരി തൊഴിലാളി സമരം. 70 വർഷങ്ങൾക്കിപ്പുറം സമരത്തിൽ സജീവമായി നിലകൊണ്ട ജീവിച്ചിരിക്കുന്ന തൊഴിലാളികളെ ആദരിച്ചു. CPI നാട്ടിക മണ്ഡലം സമ്മേളനത്തിന്റെയും ജന്മശതാബ്ദിയുടെയും ഭാഗമായാണ് ആദരവ് ഒരുക്കിയത്. 1955 കരിക്കൊടി ചകിരി തൊഴിലാളി സമരം നടക്കുന്നത്. മുറ്റിച്ചൂർ മുതൽ കണ്ടശാങ്കട് വരെയുള്ള അന്തിക്കാടിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ 2000-ഓളം ചെത്ത് തൊഴിലാളികളാണ് അക്കാലത്ത് ജോലി ചെയ്തിരുന്നത്. തൊണ്ട് തല്ലുന്നവർക്ക് 1 രൂപ 2 അണയും തൊണ്ട് കുഴിയിൽ നിന്നെടുക്കുന്നവർക്ക് 2 രൂപ 8 അണയുമായിരുന്നു നിയമാനുസൃതമായ കൂലി. എന്നാൽ ന്യായമായ കൂലിയും ആനുകൂല്യങ്ങളും ലഭിക്കാതായതോടെയാണ് ചകിരി തൊഴിലാളി യൂണിയൻ രൂപീകരിക്കുന്നത്. സമരം രൂക്ഷമായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് നേതൃത്വം സമരം ഏറ്റെടുത്തു. 255 പുരുഷന്മാരും 163 സ്ത്രീകളും അന്ന് പ്രതികളായി ജയിലിൽ അടയ്ക്കപ്പെട്ടു. അന്തിക്കാട് നടന്ന ചടങ്ങിൽ വെച്ച് സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ ആദരിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ അധ്യക്ഷനായി. ഈ അന്തിക്കാട് എന്ന് പറയുന്ന പ്രദേശനാമോപരി ഇങ്ങോട്ടുകര ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അടയാളപ്പെടുത്തിയ ഏറ്റവും ഐതിഹാസികമായ സമരം നടന്ന ഒരു വിപ്ലവ മണ്ണാണ്. 103 വയസ്സുള്ള ഭാർഗവി, കൊച്ചത്ത് ഹൈമാവതി, നാരായണി, നാരായണിയുടെ പുത്രൻ സത്യൻ തുടങ്ങി 13 പേരെയാണ് ആദരിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. ലോക 1 നമ്പർ താരം യാനിക് സിന്നർ നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസിനെ നേരിടും. വനിതാ ഫൈനലിൽ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കി അമേരിക്കയുടെ കോക്കോ ഗൌഫ്. സെമിയിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെ കീഴടക്കിയാണ് ഇറ്റലിയുടെ ലോക 1 നമ്പർ താരം യാനിക് സിന്നർ ഫൈനലിലെത്തിയത്. 24 തവണ ഗ്രാൻഡ് സ്ലാം നേടിയ ജോക്കോയ്ക്കെതിരെ സിന്നറിന്റെ തുടർച്ചയായ 4ാം വിജയമായിരുന്നു അത്. ഇറ്റാലിയൻ താരം ലോറൻസ് മ്യൂസെറ്റി പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസ് വാക്കോവറിലൂടെ ഫൈനലിലെത്തിയത്. ലോക 1 നമ്പറും 2ാം നമ്പറും നേർക്കുനേരെത്തുമ്പോൾ മത്സരം തീപാറുമെന്ന് ഉറപ്പ്. 41 വർഷത്തിനു ശേഷമാണ് റാങ്കിങ്ങിൽ ആദ്യ 2 സ്ഥാനങ്ങളിലുള്ളവർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. റിപ്പോർട്ടറുടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.